നമ്മുടെ നമ്മളൊരു യുദ്ധകളത്തിൽ വെച്ചാല് നമ്മുടെ മനസ്സൊരു യുദ്ധകളം പോലെ. നമ്മൾ വെളിയിലുള്ള ഔട്ട്സൈഡുമായിട്ടല്ല ഇതിനെ കമ്പാരിസൺ. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ഒരു പിക്ചറാണ് ഇപ്പൊ തന്നേക്കുന്നത്. ഈ ശ്ലോകത്തില് നമ്മുടെ ഉള്ളിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുക. നമുക്ക് പല പ്രതിസന്ധി ഘട്ടങ്ങളും വരുമ്പോ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ, നമ്മൾ എന്താ ചെയ്യണ്ടേ, നമുക്ക് ഏതാ യുക്തം എന്നുള്ള നമുക്കൊരു അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പലരുമായിട്ടും ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുക എന്നുവെച്ചാല് എങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് നല്ല ചിന്തകളുണ്ട്, ധാർമ്മികമായിട്ടുള്ള ചിന്തകൾ. ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ധാർമ്മികമായിട്ട് അപ്രോച്ച് ചെയ്യണോ, അധാർമിക രീതിയിൽ. ഈ രണ്ട് രീതി നമ്മൾ എല്ലാവരും ചിന്തിച്ചറിയാം. നമ്മുടെ സ്വാർത്ഥതയാണ് അധാർമിക രീതി, നിസ്വാർത്ഥതയാണ് ധാർമ്മിക രീതി. അപ്പം നമ്മൾ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഈ സ്വാർത്ഥതയും നിസ്വാർത്ഥതയും ഉണ്ട്. എല്ലാവരുടെയും ഉള്ളിലുമുണ്ട് സ്വാർത്ഥ ചിന്തകളും നിസ്വാർത്ഥ ചിന്തകളും. നമ്മൾ ഏത് കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ ഈ രണ്ട് ഇത് തമ്മിലുള്ള ഇങ്ങനെ പ്രശ്നങ്ങളായത് എങ്ങനെയാണ് ഏത് തരത്തിൽ വേണോ അതിനെ സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധം. അപ്പം ഇത് ആരാ ഫേസ് ചെയ്യുന്നത്? മ്യൂട്ട് ചെയ്യണേ. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധം നമ്മൾ ആരാ? ഇപ്പൊ ഈ അർജുനാണ് ഈ യുദ്ധത്തിനെ ഫേസ് ചെയ്യുന്നത്. ഈ അർജുൻ നമ്മളെന്ന് പറഞ്ഞാൽ ആരാ? ഈ അർജുൻ ആരാ? എന്നിലുള്ള ഇപ്പൊ നമ്മൾ ഓരോരുത്തരിലുള്ള ഈ അർജുൻ ആരാ, കൃഷ്ണൻ ആരാ? ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും അർജുനാന്ന് പറയുന്നു. ഈ അർജുൻ എന്ന് പറയുന്ന ആരാണ്? എന്നിലുള്ള ആരെയാണ് ഈ അർജുൻ എന്ന് പറയുന്നത്? എന്നിലുള്ള മനസ്സെന്ന് പറഞ്ഞാല് എന്നുള്ള ചില ഒരു വാസനയിലിരിക്കുന്ന ഞാനാണ്. എനിക്ക് പല ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടാനിഷ്ടങ്ങളിരിക്കുന്ന ഞാനാണ് അർജുനൻ. അപ്പൊ നമ്മളുള്ള കൃഷ്ണൻ ആരാ? വിവേകബുദ്ധിയാണ്. വിവേകബുദ്ധി. നമ്മളിലുള്ള ഒരു ചൈതന്യം, അത് വിവേകബുദ്ധിയിലായിരിക്കുന്നത്. അപ്പം നമ്മളിലുള്ള ഒരു കൃഷ്ണനും ഉണ്ട്, ഒരു അർജുനും ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന, നമ്മളും കേൾക്കുന്ന നമ്മളെല്ലാവരും ഓരോരുത്തരും അർജുനന്റെ. കാരണം നമുക്ക് ഓരോരുത്തരും അവരവരുടെ വാസനയിലിരിക്കുക. എല്ലാ മനുഷ്യരും അവരവരുടെ നമ്മുടെ വാസനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാസനയിൽ എന്റെ ഇഷ്ടങ്ങളെ എനിക്ക് ഓരോ കാര്യങ്ങളും എന്റെ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്യുന്നത്. എനിക്ക് ചില രീതികളുണ്ട്, ആ രീതി അനുസരിച്ച് ഞാൻ ചെയ്യുന്നുള്ളൂ. ഓരോരുത്തരും അവരവരുടെ രീതി അനുസരിച്ച് അവർക്ക് വന്നു ചേരുന്ന കർമ്മങ്ങളെ ചെയ്യുന്നു. അത് ഓരോരുത്തരുടെയും വാസനയാണ്. നമ്മുടെ വാസനയിലിരിക്കുന്ന ആ ജീവനാണ് ജീവാത്മാവ്. ആ വാസനയിലിരിക്കുന്ന ജീവാത്മാവാണ് അർജുനൻ. അപ്പൊ നമ്മളെല്ലാവരും അർജുനനാണ്. പക്ഷെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തളരുന്നുണ്ട്. അപ്പൊ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഈശ്വരനിലായിരിക്കണം, ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ നമ്മളിലുള്ള വിവേകബുദ്ധിയാണ്. അപ്പൊ ഈ വിവേകബുദ്ധിയാണ് കൃഷ്ണനായിട്ട് വരുന്നത്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു അർജുനനും ഉണ്ട്, ഒരു കൃഷ്ണനും ഉണ്ട്, ശ്രീകൃഷ്ണനും ഉണ്ട്, കൃഷ്ണ ഭഗവാനും പരമാത്മാവും ഉണ്ട്. അപ്പം ഇതിനെ പിന്നെ ഇന്ദ്രിയങ്ങള്, 5 ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്. ഈ 5 ഇന്ദ്രിയങ്ങളാണ് കുതിരകള്. ഇവിടെയുള്ള രഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ രഥം എന്ന് പറയുന്നത് ശരീരമാണ്. ഈ രഥം ശരീരവും, ഈ ശരീരത്തിൽ ഒരു ജീവാത്മാവും പരമാത്മാവും ഉണ്ട്. ശരീരമാകുന്ന രഥത്തിൽ ജീവാത്മാവാവുന്ന ഞാനും, അർജുനാകുന്ന ഞാനും, പരമാത്മാവാവുന്ന കൃഷ്ണനും ഉണ്ട്. ഈ ശരീര രഥമാവുന്നു. ഈ ശരീരത്തിൽ നയിക്കുന്ന ആരാ? ഈ 5 ഇന്ദ്രിയങ്ങളാ. ഈ 5 ഇന്ദ്രിയങ്ങളാണ് ശരീരത്തിന് കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ജീവനുണ്ടെങ്കിൽ ഈ ശരീരം പ്രവർത്തിക്കുമോ? ജീവനുണ്ട്, പക്ഷെ 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ലെന്നിരിക്കട്ടെ, നമുക്ക് ഈ ലോകത്തിൽ വ്യവഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾ, ഈ കുതിരകളാണ് ഈ രഥത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളുണ്ട്: കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. ഇപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിൽ ജീവൻ പോയിട്ടില്ല. പക്ഷെ ഈ 5 ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ശരീരത്തിന് ഈ ലോകത്തിൽ വ്യവഹരിക്കാൻ പറ്റുമോ? ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള 5 ഇന്ദ്രിയങ്ങളാണ് ഈ 5 കുതിരകൾ. ഈ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാ പോകുന്നത്? ഇന്ദ്രിയത്തിന് സ്വയമേ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അതിന്റെ പുറകിൽ ഒരു മനസ്സുണ്ട്. മനസ്സാണ് ഈ ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടെ ഓരോ വിഷയങ്ങളിലോട്ട് പോകുന്നത്. ആ മനസ്സ്, ആ വാസനയിലുള്ള മനസ്സ്, അതാണ് അർജുനൻ. ഈ അർജുനാവുന്ന മനസ്സ്
അത് അർജുനന് ജീവാത്മാവാണ്, അർജുനന്റെ മനസ്സാണ് കടിഞ്ഞാൺ. ഈ അർജുനൻ ജീവാത്മാവിന്റെ കടിഞ്ഞാണാവുന്ന മനസ്സുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളിൽ കൂടെ ലോകത്തിൽ വ്യവഹരിക്കുക. അപ്പോഴേ നമ്മളിപ്പോ ഈ കുറെ തേമകൾ ഇപ്പൊ പറഞ്ഞു, ജീവാത്മാവ്, പരമാത്മാവ്, ഈ രണ്ട് ടേം പറഞ്ഞു, മനസ്സ് പറഞ്ഞു. ശ്രീകൃഷ്ണന്റെ ആയില്ലല്ലോ കടിഞ്ഞാൺ. അതാ അല്ല നമ്മൾ ഈ പറഞ്ഞത്. അതാ നമ്മളിലൊരു അർജുനനുണ്ട്, ഒരു പരമാത്മാവുണ്ട്. പരമാത്മാവ് വെച്ചാൽ കൃഷ്ണന്, ജീവാത്മാവ് വെച്ചാൽ അർജുനന്. ഇപ്പൊ ഞാൻ അർജുനനും എന്നിലുള്ള പരമാത്മാവ് കൃഷ്ണനുമാണല്ലോ. അപ്പൊ ഈ കുറെ ടേമുകൾ പറഞ്ഞു നമ്മള്. മനസ്സ്, കടിഞ്ഞാൻ പറഞ്ഞു, ഇന്ദ്രിയങ്ങൾ പറഞ്ഞു, എന്റെ രഥം പറഞ്ഞു, ശരീരം പറഞ്ഞു. ഈ ശരീരത്തിലുള്ള രണ്ട് എൻറ്റൈറ്റി ഉണ്ട്, ജീവാത്മാവും പരമാത്മാവും. അപ്പൊ നമ്മളിപ്പോ ഇതാണ് പിക്ചർ. നമ്മൾ ഈ രഥം എങ്ങോട്ടാ പോകുന്നത്? ഒരു യുദ്ധത്തിന്റെ നടുക്കൂടെ. യുദ്ധം വെച്ചാല് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടില്ല. ഇത് എവിടെ നടക്കുന്നു? ഈ കുരുക്ഷേത്രത്തിൽ എന്റെ മനസ്സില് ധർമ്മചിന്തകളും അധർമ്മ ചിന്തകളും സ്വാർത്ഥ ചിന്തകളും നിസ്വാർത്ഥ ചിന്തകളും തമ്മിൽ ഓരോ പ്രോബ്ലത്തിലും വരുമ്പോഴേ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം? സ്വാർത്ഥ ചിന്തയിൽ വേണോ, നിസ്വാർത്ഥ ചിന്തയിൽ വേണോ? നമ്മൾ എപ്പോഴും കൺഫ്യൂസ്ഡാ. അപ്പം ഈ രീതിയിൽ നമ്മുടെ മനസ്സ് എപ്പോഴും പ്രക്ഷുബ്ധമാണ്. അപ്പൊ ഈ യുദ്ധത്തിലാണ് നമ്മുടെ എപ്പോഴും ജീവാത്മാവാവുന്ന ഞാൻ, ചില വാസനയിലിരിക്കുന്ന ഞാൻ, ഈ ധർമാധർമ്മ ചിന്തകളിൽ കൂടെ ഞാൻ ഇങ്ങനെ പോവുക. അപ്പൊ അതിനെ ഞാൻ ആരെ ഡിപ്പെൻഡ് ചെയ്യണം? ഞാൻ പരമാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പൊ അർജുനന്റെ കയ്യിലല്ല ഈ കടിഞ്ഞാണിരിക്കുന്നത്. കടിഞ്ഞാന്ന് പറഞ്ഞാൽ എന്റെ മനസ്സാ. ഈ മനസ്സിൽ കൂടാണ് ഇന്ദ്രിയങ്ങളാണ് ശരീരത്തിനെ കൊണ്ടുപോകുന്നത്. അപ്പം അർജുനനല്ല കടിഞ്ഞാൻ പിടിച്ചേക്കുന്നത്. ഇവിടെ കടിഞ്ഞാൻ പിടിച്ചേക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്, ശ്രീകൃഷ്ണ പരമാത്മാവ്. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഈ മനസ്സിരിക്കേണ്ടത് നമ്മുടെ ജീവാത്മാവില്ല, വിവേക ബുദ്ധിയിലായിരിക്കണം. അപ്പം എന്താണ് ഈ മനസ്സ്? ഇപ്പൊ നമ്മൾ പറയാമല്ലോ, ഇതാണ് ഒരു പിക്ചർ. ഈ ശ്ലോകത്തിൽ പറഞ്ഞ പിക്ചർ ഇതാ. അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെയാ നേരിടണ്ടേ? വിവേകത്തിൽ കൂടെ വേണം, വിവേകത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ. അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് അതിന്റെ ഒരു ബേസിക്സ് പോവാം. ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഞാൻ പറയുന്ന രണ്ട് എൻറ്റൈറ്റി ചേർന്നതാ. ഒരു ശരീരവും മനസ്സൂടെ ചേർന്ന് നമ്മുടെ ഓർഡിനറി രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാനൊക്കുന്ന ഒരു ശരീരമുണ്ട്, കാണാനൊക്കാത്ത ഒരു മനസ്സുമുണ്ട്. ഇത് രണ്ടുകൂടെ ചേർന്നാണ് ഞാൻ പറഞ്ഞ വ്യക്തി. അപ്പം കാണാനൊക്കുന്ന ശരീരം, അതിനെ സ്ഥൂല ശരീരം എന്ന് പറയുന്നു. ഈ കാണാനൊക്കുന്ന നമ്മുടെ ശരീരത്തിനെ സ്ഥൂല ശരീരം എന്ന് പറയുന്നു. ഈ ശരീരത്തിനെ നയിച്ചുകൊണ്ട് പോകുന്ന ആരാ? എന്റെ മനസ്സാണ്. അത് മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ചിന്തകളാണ്, ചിന്തകളുടെ ഒരു കെട്ടാ, ബണ്ടിൽ ഓഫ് തോട്ട്സ് എന്ന് പറയും. 4 തരത്തിലുള്ള ചിന്തകൾ ചേർന്നാണ് എന്റെ മനസ്സെന്ന് ഞാൻ പറയുന്നത്. അതിനെ സംസ്കൃതത്തിൽ എന്തോ പറയും? അന്ധകരണം എന്ന് പറയും. അപ്പൊ മനസ്സ്, നമ്മൾ മലയാളത്തിൽ മനസ്സെന്ന് പറയുന്നെങ്കിലും അത് നമ്മുടെ ശാസ്ത്രങ്ങളില് അന്ധകരണം എന്ന് പറയുന്നു. ഈ അന്ധകരണം എന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകളാണ്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ചിന്തകളുടെ ഒരു കെട്ടാണ് ഈ എന്റെ മനസ്സെന്ന് പറയുന്നത്. ആ ചിന്തകളെ സംസ്കൃതത്തിൽ ശാസ്ത്രങ്ങളിൽ അന്ധകരണം എന്ന് പറയുന്നു. അപ്പൊ ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ആരാ? ഈ അന്ധകരണമാണ്. ഈ അന്ധകരണം എന്ന് പറഞ്ഞാൽ 4 തരത്തിലുള്ള ചിന്തകളാണ്: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇത് 4 കൂടെ ചേരുന്ന ആണ് അന്ധകരണം. അതാണ് എന്റെ മനസ്സ്. നമ്മൾ മലയാളത്തിൽ ഓർഡിനറി ആയിട്ട് മനസ്സെന്ന് പറയുന്നത് ഇത് 4 കൂടെ ചേർന്നതാ. നമ്മൾ ആദ്യത്തെ ഈ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ മനസ്സാണ് ശരീരത്തിനോട് ചേർന്നിരിക്കുന്നത് എപ്പോഴും. അതൊരു എന്റെ വികാര മനസ്സാ. മനസ്സെന്ന് പറഞ്ഞാൽ അത് എമോഷണൽ മൈൻഡാ. വികാര മനസ്സാണ് എന്റെ ബോഡിയോട് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ബോഡിക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ, അനുകൂലമോ പ്രതികൂലമായ ഒരു അനുഭവം ഉണ്ടായാൽ പെട്ടെന്ന് അതിനനുസരിച്ച് എനിക്ക് വികാരങ്ങൾ, എമോഷൻസ് ഉണ്ടാവും. ദേഷ്യം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, വാത്സല്യം ഉണ്ടാവും, അസൂയ ഉണ്ടാവും. ഇങ്ങനെയുള്ള വികാരങ്ങൾ,
അതാ ഒരു എമോഷണൽ മൈൻഡ്. എന്റെ ബോഡിയോട് ചേർന്നിരിക്കുന്ന മൈൻഡിന്റെ ആ അന്ധകരണത്തിന്റെ പാർട്ടാണ് എമോഷണൽ മൈൻഡ്. അതാണ് മനസ്സ്. മനസ്സ് അടുത്തെന്തുവാ? എന്റെ എമോഷൻസ് ആണ്. ഈ എമോഷണൽ ആയിട്ടുള്ള ചിന്തകളാണ് പറയുന്നത് മനസ്സെന്ന് പറയുന്നത്. വികാര ചിന്തകൾ. അടുത്തത് ബുദ്ധി. മനസ്സ്, ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോഴേ ഓരോ കാര്യത്തിനെ കുറിച്ച് അനലൈസ് ചെയ്യും. അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ. അതെന്റെ വികാരങ്ങളല്ല. ഞാൻ ഒരു വിഷയത്തിനെ കുറിച്ച് ചിന്തനം ചെയ്യുന്നു, ആലോചിച്ച് അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, അനലിറ്റിക്, നമ്മൾ അനാലിസിസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ. ഞാൻ അനലൈസ് ചെയ്യുന്ന ചിന്തകളെ പറയുന്നതാണ് അനലിറ്റിക്കൽ തിങ്കിങ്ങിനെയാണ് പറയുന്നത് ബുദ്ധി. അപ്പൊ മനസ്സ് എന്ന് എമോഷൻസ് ആണ്. വികാര ചിന്തകളെ മനസ്സെന്ന് പറയുന്നു. വിചാര ചിന്തകൾ, വിചാരം ചെയ്യുക, ചിന്തിക്കുക, വിചാര ചിന്തകളെ ബുദ്ധി എന്ന് പറയുന്നു. മനസ്സ്, ബുദ്ധി, ചിത്തം. ചിത്തം എന്താ? അത് സ്റ്റോറേജാ, നമ്മുടെ സ്മൃതിയാ, ഓർമ്മശക്തി. നമ്മുടെ എത്രയോ ജീവിതത്തിൽ പല ഘട്ടങ്ങളായിട്ട് ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ അതിനെയെല്ലാം സ്റ്റോർ ചെയ്ത് അതിനെ ഇങ്ങനെ ഒരു സ്റ്റോറേജ് പോലെ എപ്പോഴും നമ്മള് ചിത്തം വർക്ക് ചെയ്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ആ ഒരു പർട്ടിക്കുലർ വിഷയം വരുമ്പോഴേ അതിന്റെ അതായിട്ടുള്ള ചിന്തകൾ നമുക്ക് ഓടിയെത്തും. സ്റ്റോറേജിൽ നിന്നും ആ ഓർമ്മയിൽ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾ ഓടിയെത്തും. സോ അതിനെ ചിത്തം എന്ന് പറയും. ചിത്തം. സോ മനസ്സ്, ബുദ്ധി, ചിത്തം. അടുത്തതാണ് അഹങ്കാരം. അഹങ്കാരം വെച്ചാല് നമ്മൾ ഈ അഹങ്കാരം എന്ന് പറയുമ്പോൾ ധിക്കാരം, നമുക്ക് ഭയങ്കര അഹങ്കാരിയാവാൻ, അങ്ങനെ ഈ സെൻസിൽ എടുക്കരുത്. ഞാനെന്ന ഭാവം. ഞാൻ എപ്പോഴും നമ്മൾ പറയത്തില്ല ഞാൻ അവിടെ പോന്നു, അത് എന്റെ അഹങ്കാരത്തിന്. അങ്ങനെയുള്ള ചിന്തകളെ പറയുന്നത് അഹങ്കാരമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് ശരിയായത്, എനിക്കിങ്ങനെ ശരിയായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ ഞാനെന്നുള്ള ചിന്തകൾ വരുന്നതെല്ലാം അഹങ്കാര ചിന്തകളാണ്. അതുകൊണ്ട് എപ്പോഴും അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് ഒരു അഹങ്കാരത്തിനെ ഒരു ധിക്കാരം, ഒരു 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 റൂഡായിട്ടുള്ള ഒരു ചിന്ത പോലെ, അങ്ങനെ ആ രീതിയിലല്ല ഇവിടെ അഹങ്കാരം പറയുന്നത്. സോ അഹങ്കാരം എന്ന് പറയുന്നത് ഞാനെന്ന ഭാവത്തിനെയാണ് അഹംഭാവം. നമ്മളത് യൂഷ്വലായിട്ട് വേറെ സെൻസിലായതൊക്കെ വലിയ അഹംഭാവം ഉള്ളവനാവന് ആ രീതി പറയും. നമ്മൾക്ക് മനുഷ്യരായിട്ടുള്ളവർക്കെല്ലാം അഹംഭാവം ഉണ്ട്. ഞാനെന്ന് പറയാതെ ഒരു മനുഷ്യനും ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതെ, ഞാനെന്നുള്ള ഒരു യൂസ് ചെയ്യാതെ, ഞാനെന്നുള്ള വിചാരമില്ലാതെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നില്ല. എത്ര വലിയ സന്യാസിയായാലും ഏത് മനുഷ്യനായാലും മനുഷ്യന് ഗണത്തിൽപ്പെട്ട ഒരാള് ഞാനെന്നുള്ള വേർഡ് ഉപയോഗിക്കാതെ, ചിന്തയില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതിനെയാണ് അഹംഭാവം എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റക്കുറച്ചിലാണ് നമ്മുടെ ഇതിനെ വ്യക്തിത്വത്തെ ബാധിക്കുന്നത്. അത് അഹംഭാവം ഇല്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ ഒക്കത്തില്ല. ഞാനെന്നുള്ള ഒരു ഭാവമില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ വ്യവഹരിക്കാൻ പറ്റത്തില്ല. സോ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇത് നാലും കൂടെ ചേർന്നാണ് അന്ധകരണം. ഈ അന്ധകരണത്തിനെയാണ് ഇവിടെ കടിഞ്ഞാനായിട്ട് വെച്ചേക്കുന്നത്. ഈ രഥത്തില്, ഈ ശരീരത്തില് ഇന്ദ്രിയങ്ങളുണ്ട്. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ അന്ധകരണമാണ്. ഈ അന്ധകരണമാണ് എന്ന് വെച്ചാൽ 4 ടൈപ്പുള്ള ചിന്തകൾ ചേർന്ന് ഈ അന്ധകരണമാണ്. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ 5 ഇന്ദ്രിയങ്ങൾക്കും 5 വിഷയമാണ്. ഈ പ്രപഞ്ച വിഷയങ്ങൾ 5 വിഷയങ്ങളേ ഉള്ളൂ. അതും അതിന്റെ കോമ്പിനേഷൻസുമാണ്. നമ്മുടെ ഈ ലോകത്ത് കാണുന്ന ഏത് സബ്ജക്റ്റ് ആയാലും, ഏത് വിഷയങ്ങളായാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് ബന്ധപ്പെട്ടതാണ്. അല്ലാതെ 5 വേറെ വിഷയങ്ങളില്ല. ഈ 5 ഇന്ദ്രിയ വിഷയങ്ങളും അതിന്റെ കൂടിച്ചേർന്നുള്ള കലർന്നുള്ള കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ള വിഷയങ്ങൾ. ഇപ്പൊ ഈ പ്രപഞ്ച വിഷയങ്ങളെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന എങ്ങനെയാ? ഈ അന്ധകരണമാണ് ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ ഈ ശരീരത്തിനെ കൊണ്ടുപോകുന്നത്. ഈ ശരീരമാവുന്ന രഥത്തിനെ ഈ അന്ധകരണമാവുന്ന കടിഞ്ഞാണാണ് ഈ 5 ഇന്ദ്രിയങ്ങളാവുന്ന കുതിരകളെ കൊണ്ട് ഈ ശരീരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ ഈ ലോകത്ത് വ്യവഹരിക്കുമ്പോൾ എങ്ങനെ വ്യവഹരിക്കണം? അപ്പൊ ഈ കടിഞ്ഞാണാണ് ഈ കുതിരകളെ നിയന്ത്രിക്കുന്നത്. ഈ കടിഞ്ഞാണ് അതിന് നിയന്ത്രണം ആരുടെയിലായിരിക്കണം? അത് വിവേകത്തിലായിരിക്കണം. വിവേകം എന്ന് പറഞ്ഞാൽ ഒരു പരമാത്മ ചൈതന്യമാണ്. അതിന്റെ നമ്മൾ അടുത്തോട്ട് പോവാ. എവിടാണ് ഈ പരമാത്മ? ഇപ്പൊ ഞാൻ പറഞ്ഞു
എനിക്കൊരു സ്ഥൂല ശരീരമുണ്ട്, എനിക്കൊരു അന്ധകരണമുണ്ട്. നമ്മൾ മനസ്സെന്ന് പറയുന്നത് അന്ധകരണം. ഈ അന്ധകരണത്തിനെ സൂക്ഷ്മ ശരീരം എന്നാ പറയുന്നത് ശാസ്ത്രങ്ങളിൽ. നമുക്ക് 3 ശരീരമുണ്ട്. ഒന്ന് കാണാനൊക്കുന്ന ഒരു ശരീരം, 2 കാണാനൊക്കാത്ത ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ഈ സൂക്ഷ്മ ശരീരമാണ് ഈ സ്ഥൂല ശരീരത്തിനെ കൊണ്ടു നടക്കുന്നത്. അപ്പം ഈ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ സ്ഥൂല ശരീരം നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എന്തുവാ, ഈ കാണാനൊക്കാത്ത അന്ധകരണത്തിലാണ് ഈ കാണാനൊക്കുന്ന ഒരു ശരീരം നിലനിൽക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ ഈ അന്ധകരണം എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകളാ, ഇല്ലയോ? 4 തരത്തിൽ 4 ടൈപ്പിലുള്ള ചിന്തകളാണ് എന്റെ മനസ്സെന്ന് പറയുന്നത്. അന്ധകരണം എന്ന് പറഞ്ഞാൽ ഈ 4 ടൈപ്പിലുള്ള ചിന്തകള്. അത് എങ്ങനെയുള്ള ചിന്തകളാ? ബോധമുള്ള ചിന്ത, ബോധചിന്തകളാ. ഈ ബോധചിന്തകൾ ആണ് ഈ മനസ്സിൽ ഈ ശരീരത്തിനെ കൊണ്ടു നടക്കുന്നത്. അല്ലാതെ ശരീരത്തിനായിട്ട് നടക്കാൻ പറ്റത്തില്ല. എന്റെ ബോധം പോയെന്നിരിക്കട്ടെ, ബോധചിന്ത പോയെന്നിരിക്കട്ടെ, ഞാൻ മരിച്ചിട്ടില്ല. എന്റെ ബോധചിന്ത എന്റെ ശരീരത്തിന് വിട്ടുപോയി. ബ്രെയിനിൽ ഡിഫക്റ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ഒരു ബോധചിന്ത വിട്ടുപോയി. ശരീരം അങ്ങനെ നിൽക്കുവോ? ശരീരം എങ്ങനെ ഇരുന്നോ അങ്ങനെ ഇരിക്കുവോ? ഉടനെ അത് താഴെ വീഴും. അപ്പോ ഈ ശരീരത്തിനെ നിർത്തി നടത്തിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആരാ? ഈ ബോധചിന്തകളാ. അപ്പൊ ഈ ബോധചിന്തയിലാണ് ഈ ശരീരം നിലനിൽക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഉള്ളിലാണ് എന്റെ മനസ്സെന്ന്. ഈ മനസ്സ് നമ്മൾക്ക് വിചാരിക്കും എന്റെ ശരീരത്തിനുള്ളിലാണ് മനസ്സിരിക്കുന്നതെന്ന്. ഈ കാണാനൊക്കത്തെ ഒരു മനസ്സിലാണ് ഈ കാണാനൊക്കുന്ന ഈ ശരീരം നിലനിൽക്കുന്നത്. അപ്പം ശരീരത്തിനെക്കാട്ടിൽ ഇമ്പോർട്ടന്റ് ഈ മനസ്സിന് എന്തോ അന്ധകരണം. ഇപ്പൊ നമ്മളെന്ന് പറയുന്നത് ഈ അന്ധകരണവും ഭൗതികമായിട്ട് നോക്കിയപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, ഒരു ശാസ്ത്രങ്ങൾ പഠിച്ചില്ലേലും മനസ്സിലാവും, എനിക്കൊരു ശരീരവുമുണ്ട്, കാണാനൊക്കുന്ന ഒരു ശരീരമുണ്ട്, കാണാനൊക്കാത്ത ഒരു മനസ്സുമുണ്ട്. എന്നുവെച്ചാൽ അന്ധകരണമുണ്ട്. ഈ 2 പാർട്ടാ. ഈ അന്ധകരണം എവിടെ ഇരിക്കുന്നു? ഈ ശരീരം ഇരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തില, സ്ഥൂല ശരീരം ഇരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തില. ഈ സൂക്ഷ്മ ശരീരം എവിടെ ഇരിക്കുന്നു? സൂക്ഷ്മ ശരീരത്തിനോട് ചേർന്ന് നമുക്ക് ഒരു ശരീരം കൂടെ ഉണ്ട്, കാരണ ശരീരം എന്ന് പറയും. കാരണ ശരീരം. ഈ കാരണ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ വാസനകളാണ്. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന വാസനയാണ് ആ സഞ്ചിത കർമ്മം എന്ന് പറയും. ആ സഞ്ചിത കർമ്മമാണ് നമ്മളെ ആ കർമ്മഫലം. സഞ്ചിത കർമ്മം ഈ സഞ്ചിത കർമ്മമാണ് നമ്മളെ ഇന്ന സ്ഥലത്ത് ഇന്നാരുടെയും ഈ അച്ഛന്റെയും ഒരു അമ്മയുടെയും ഒരു വീട്ടിൽ ജനിക്കാനുള്ള സാഹചര്യം ഒരുക്കിയേക്കുന്ന അങ്ങ് ഏത് സാഹചര്യത്തിൽ വന്ന് പിറക്കണം എന്നുള്ള ഡിസൈഡ് ചെയ്താരാ? ഈ വാസനയാണ്. കഴിഞ്ഞ ജന്മങ്ങളായിട്ട് ആർജിച്ചു കൊണ്ടുവന്ന വാസനകൾ കാരണം ആ വാസനയുടെ നെറ്റ് റിസൾട്ട് വെച്ചിട്ടാണ് എവിടെ ആരുടെ മകനായിട്ടോ മകളായിട്ടോ ജനിക്കണം എന്നുള്ളത് ആ വാസനയാ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അതിനെ പറയുന്നത് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. ഈ സഞ്ചിത കർമ്മമാണ് നമ്മുടെ ജന്മം നിശ്ചയിക്കുന്നത്. വല്ലാതെ ഒരച്ഛനും അമ്മയ്ക്കും എനിക്ക് ഇങ്ങനെയുള്ള ഒരു മകൻ ജനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും അങ്ങനെ ജനിക്കുന്നില്ല. ഓരോ വ്യക്തികളുടെയും ജന്മത്തിലെ സഞ്ചിത കർമ്മം അനുസരിച്ചാണ് ഏത് അച്ഛനും അമ്മയ്ക്കും ഏത് സാഹചര്യത്തിൽ എങ്ങനെ വന്ന് ജനിക്കണം എന്നുള്ള കർമ്മഫലം അനുസരിച്ചുള്ള ഒരു ശരീരവും ഒരു പരിസ്ഥിതിയായിരിക്കും നമുക്ക് അവിടെ വന്ന് ജനിക്കുന്നത്. അപ്പം ആ സഞ്ചിത സഞ്ചിത കർമ്മം നമ്മുടെ കൂടെ ഉണ്ട്. ആ സഞ്ചിത കർമ്മത്തിന്റെ ഒരു പാർട്ടാണ് നമ്മുടെ ശരീരമായിട്ട് ഫോം ആയിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ ആകൃതിയിലും പ്രകൃതിയിലും ചില കറുത്തതും വെളുത്തതുമായിട്ടുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഓരോ അവയവങ്ങളും ചില അവയവങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളും ഉള്ളതായിട്ട് ഈ സഞ്ചിത കർമ്മത്തിന്റെ ഒരു പാർട്ട് എന്റെ ശരീരമായിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ സഞ്ചിത കർമ്മം ജനിക്കുന്നതിന് മുമ്പ് സഞ്ചിത കർമ്മം, ആ സഞ്ചിത കർമ്മം എന്റെ ജനനത്തിനെ നിശ്ചയിക്കുന്നു. ആ ജനിച്ച് ശരീരമാകുന്ന സഞ്ചിത കർമ്മത്തിന്റെ ഒരു പാർട്ടാ. അതിനനുസരിച്ചുള്ള ആ സഞ്ചിത കർമ്മം അനുസരിച്ചുള്ള ഒരു ശരീരമാണ് എനിക്ക് കിട്ടുന്നത്. എല്ലാം ഒത്തിണങ്ങിയ ഒരു ശരീരം കിട്ടും, ചിലപ്പോൾ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ശരീരം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള എന്റെ കർമ്മഫലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്റെ ശരീരത്തിന്റെ സ്ഥിതി ജന്മം എടുക്കുമ്പോൾ. ബാക്കി കർമ്മഫലമുണ്ട്, അത് പ്രാരബ്ധമായിട്ട് തീരുന്നു. ഇപ്പൊ സഞ്ചിത കർമ്മം കുറച്ചു പാർട്ട് ശരീരമായി ഭവിക്കുന്നു, അടുത്തത് ജനിച്ചു കഴിഞ്ഞാൽ പ്രാരബ്ധമായിട്ട്. പ്രാരബ്ധം എന്ന് വെച്ചാൽ എന്തുവാ? കർമ്മഫലം. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കൊണ്ടുവന്ന കർമ്മഫലം എനിക്ക് അത് അനുഭവിച്ചു തീർക്കാനുള്ളതാ. അതിന് ഞാൻ പ്രാരബ്ധം എന്ന് പറയും. അത് ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രാരബ്ധം എന്ന് പറയുന്നത് ഈ സഞ്ചിത കർമ്മമാണ്. അത് ജനിച്ചു കഴിഞ്ഞാൽ അത് പ്രാരബ്ധമാവുന്നു. അപ്പൊ ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ കർമ്മം ചെയ്യുന്നുണ്ട്. ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ആ പുതിയ കർമ്മഫലം ഉണ്ടാവുന്നുണ്ട്.
നേരത്തെ ചെയ്ത കർമ്മഫലത്തിന്റെ ഫലമായിട്ട് ഞാൻ ഇപ്പൊ ജനിച്ചു. ഇപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നു, അതിന്റെ കർമ്മഫലം ഉണ്ടാവും. അപ്പൊ അതിന് ഈ ഭാവിയിലാണ് ഞാൻ എന്റെ കർമ്മഫലം അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ കർമ്മഫലം ഈ ജന്മം ആർജിക്കുന്നതിനെ ആഗാമികം എന്ന് പറയുന്നു. അപ്പം ഈ കഴിഞ്ഞ ജന്മം വരെ കൊണ്ടുവന്ന സഞ്ചിത കർമ്മം എന്റെ ജന്മം നിശ്ചയിക്കുന്നു. ആ ജന്മം ഉടലെടുക്കുമ്പോൾ, ജന്മമായിട്ട് ശരീരം ഉടലെടുക്കുമ്പോൾ അത് പ്രാരബ്ധമാവുന്നു. ഈ ശരീരം വെച്ചിട്ട് ഈ മനസ്സ് അന്ധകരണം പ്രവർത്തിക്കുമ്പോൾ പുതിയ കർമ്മങ്ങൾ ചെയ്ത് ഞാൻ ആഗാമികവും ഉണ്ടാക്കുന്നു. അപ്പം ഈ സഞ്ചിത കർമ്മം പ്രാരബ്ധവും ആഗാമികവും കൂടെ ആവുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ വാസനകളെയാണ് ഈ അന്ധകരണം ഇരിക്കുന്നത്. ഈ വാസനയില്ല എന്നുവെച്ചാൽ സൂക്ഷ്മ ശരീരം ഇരിക്കുന്നത് ഈ കാരണ ശരീരത്തിൽ. നമ്മൾ ഈ നമ്മൾ മരിച്ചു പോകുമ്പോഴേ, നമ്മൾ ഈ ശരീരം വിട്ട് ജീവൻ പോകുമ്പോഴേ ഈ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവുമാണ് വിട്ടുപോകുന്നത്. സ്ഥൂല ശരീരം ഇവിടെ കിടക്കും, സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ഈ ശരീരം വിട്ടുപോകും. അപ്പം ഈ 3 ശരീരങ്ങളുണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, അന്ധകരണമാകുന്ന സൂക്ഷ്മ ശരീരം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇത് സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരത്തിനോട് ചേർന്നിരിക്കുന്ന, അതിന്റെ പുറയിലിരിക്കുന്നതാണ് കാരണ ശരീരം. അതെന്തുവാ? എന്റെ വാസനകൾ, ജന്മവാസന. അത് സഞ്ചിത കർമ്മം പ്രാരബ്ധമായിട്ടിരിക്കുകയാണ്. അത് ആ ഒരു ബേസ് ആണ് അതിന് കാരണ ശരീരം എന്ന് പറയുന്നത്. ഈ കാരണ ശരീരം ഗുണാധിഷ്ഠിതം, 3 ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ എന്റെ വാസനകൾ. സാത്വിക ഗുണം, രജോ ഗുണം, താമസ ഗുണം. സാത്വിക ഗുണം വെച്ചാല് നല്ല ഗുണങ്ങൾ, രജോ ഗുണം വെച്ചാല്, സാത്വിക ഗുണം വെച്ചാല് ദൈവികമായിട്ടുള്ള ഗുണങ്ങൾ, രജോ ഗുണം വെച്ചാല് ഭയങ്കര കർമ്മനിരതനായിട്ടുള്ളത്, തമോ ഗുണം വെച്ചാല് ആലസ്യവും ക്രൂരതയായിട്ടുള്ളത്. ഇപ്പൊ ഈ 3 ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ് എന്റെ വാസന. വെച്ചാല് കർമ്മഫലം ഈ 3 ഗുണത്തിലും അധിഷ്ഠിതമാണ്. ത്രിഗുണങ്ങൾ എന്നാ പറയുന്നത്. ത്രിഗുണത്തിൽ അധിഷ്ഠിതമാണ് ഈ കാരണ ശരീരം. കാരണ ശരീരം എന്ന് പറഞ്ഞാൽ എന്തുവാ? 3 ഗുണങ്ങളിൽ അധിഷ്ഠിതമായ എന്റെ വാസനയാണ് കാരണ ശരീരം. ആ കാരണ ശരീരത്തിലാണ് അന്ധകരണം ഇരിക്കുന്നത്. ഈ അന്ധകരണത്തിലാണ് സ്ഥൂല ശരീരം ഇരിക്കുന്നത്. അപ്പം കാരണ ശരീരത്തിൽ സൂക്ഷ്മ ശരീരം ഇരിക്കുന്നു, സൂക്ഷ്മ ശരീരത്തിൽ സ്ഥൂല ശരീരം ഇരിക്കുന്നു. ഈ 3 കൂടെ ചേർന്നതാണ് ജീവാത്മാവായ ഞാൻ. ഈ ജീവാത്മാവെന്ന് എങ്ങനെ വരുന്നു? ഈ ജീവാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നത്? ഈ ശരീരം, ഈ 3 ശരീരങ്ങൾ ഇരിക്കുന്നതും ചൈതന്യത്തില, പരമാത്മാവില, ഈശ്വരനില. ഈ ഈശ്വരനിലാണ് എന്റെ കാരണ ശരീരവും സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും നിലനിൽക്കുന്നത്. അപ്പം ഈ ഈശ്വര ചൈതന്യത്തിലിരിക്കുന്ന എന്റെ സൂക്ഷ്മ കാരണ ശരീരത്തിൽ, ഈ എന്റെ സ്ഥൂല ശരീരം ഇരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിൽ. ഈ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും എവിടെ ഇരിക്കുന്നു? പരമാത്മ ചൈതന്യത്തിൽ. ഈ പരമാത്മ ചൈതന്യം ഇല്ലെങ്കിലോ? പരമാത്മ ചൈതന്യമാണ് ഈ കാരണ ശരീരത്തിനെയും സൂക്ഷ്മ ശരീരത്തിനെയും ഈ ശരീരത്തിൽ യോജിപ്പിച്ച് നിർത്തിയേക്കുന്നത്. ഈ ശരീരത്തിലുണ്ട് അതിന്റെ പ്രവർത്തനം നിന്നാലോ? ഈ ചൈതന്യം ഇതിനെ രണ്ടിനെയും നമ്മളെന്റെ ശരീരത്തിൽ കൂട്ടി നിർത്തിയില്ലെങ്കിലോ അന്ന് എന്റെ ശരീരം ജഡമാവും. അതിന് പിന്നെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഈ ശരീരത്തിൽ ഈ കാരണ ശരീരവും സൂക്ഷ്മ ശരീരവും പ്രവർത്തിക്കുന്നതിന് കാരണം ഈ ചൈതന്യം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ ശക്തിയെ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ എന്തുകൊണ്ട് പറയുന്നു? നമ്മൾ ഈശ്വരൻ എന്ന് പറയാൻ ഒരു വേട് വരാനൊരു കാരണമുണ്ട്. ഈ ശരീരത്തില് നമ്മളറിയാം 3 കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, എന്റെ മനസ്സ് ഈ ശരീരത്തിലോട്ട് നിലനിൽക്കുന്നുണ്ട്. മനസ്സിൽ ഈ ശരീരമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ 2 ഫാക്ടേഴ്സും ഉണ്ട്. നമ്മളിങ്ങനെ പ്രാണനെ വലിച്ചെടുക്കുന്നുണ്ട്, ഓക്സിജൻ. ഈ വെളിയിലെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ അല്ല പ്രാണൻ. ആ ഓക്സിജനെ ഉള്ളിലോട്ട് വലിച്ചെടുത്താൽ ആ ചൈതന്യം ആ ഓക്സിജനിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അത് പ്രാണനാവുന്നത്. അല്ലാതെ വെളിയിലിരിക്കുമ്പോൾ ഓക്സിജന് ശക്തിയില്ല. അപ്പൊ എന്റെ പരമാത്മ ചൈതന്യം ഉള്ളിലിരുന്നുകൊണ്ട് ആ ഓക്സിജനെ വെളിയിൽ നിന്ന് ഉള്ളിലോട്ട് വലിച്ചെടുത്ത് അത് പ്രാണനാവും. അപ്പം ഈ ശ്വാസത്തിനെ ഉള്ളിലോട്ട് ആകർഷിക്കുന്ന ആരാ? നമ്മളായിട്ടാണോ? നമ്മൾ ഓരോരുത്തരും വലിച്ചു കയറ്റുന്നതാണോ ഈ വായുവിനെ, ഓക്സിജനെ ഉള്ളിലോട്ട്? ഏതോ ഒരു ശക്തി ഉള്ളിലോട്ട് വലിക്കുകയല്ലേ? അത് ഈ ചൈതന്യമാണ്. അപ്പം ഓക്സിജനെ, പ്രാണനെ ഉള്ളിലോട്ട് വലിക്കുന്നുണ്ട്. പിന്നെ ശരീരത്തിൽ ഒരു ചൂട് നിലനിൽക്കുന്നുണ്ട്. ചൂട്
അപ്പം മനസ്സിനെയും പ്രാണനെയും ചൂടിനെയും, മനസ്സെന്ന് വെച്ചാൽ ഇച്ഛ എന്ന് പറയും. അതെന്ന് വെച്ചാൽ മനസ്സാണ്. ഇച്ഛ എന്ന് വെച്ചാൽ എന്റെ ചിന്തകളാണ്. ആ ചിന്തകളെയാണല്ലോ മനസ്സെന്ന് പറയുന്നത് നമ്മൾ. അപ്പം ഇച്ഛാശക്തിയാണ്. അപ്പൊ എന്റെ ചിന്താശക്തി, ആ ചിന്ത, ഇച്ഛ, ശ്വാസം, അതാണ് പ്രാണൻ. ഇച്ഛാശക്തി, ഈ പ്രാണൻ, അഗ്നി. ഈ മൂന്നിനെയും എന്റെ ശരീരത്തോട് കൂട്ടിനിർത്തുന്ന ശക്തി ഏതോ ആ ശക്തിയെ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നു. അപ്പം ഈ ഈശ്വര ശക്തിയാണ്, ഈശ്വരനാണ് ഈ ശരീരത്തിൽ എന്നെ പ്രവർത്തിപ്പിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞ ആരാ? ഈ ജീവാത്മാവാ. ഈ ജീവാത്മാവ് എന്ന് പറഞ്ഞ ആരാ? എന്റെ ഈ പരമാത്മ ചൈതന്യത്തിന്റെ അംശം എന്റെ വാസനയിൽ റിഫ്ലക്ട് ആയതാണ് ജീവാത്മാവ്. ശരീരം അതിന്റെ ഒരു ഉപകരണം, ജീവാത്മാവിന്റെ ഒരു ഉപകരണമാണ് ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും. ഇതിന്റെ ഒരു ഉപകരണം ജീവാത്മാവ്. ഞാനെന്ന വ്യക്തി ആരാ? എന്റെ കാരണ ശരീരത്തിലാണ് ഞാനെന്നുള്ള വ്യക്തി ഇരിക്കുന്നത്. ആ ഞാനെന്ന ഭാവം, അത് ആ വ്യക്തിയെ ആ ജീവാത്മാവിന് രണ്ട് ഉപകരണങ്ങളുണ്ട്. ആ ജീവാത്മാവ് ഓരോ കർമ്മഫലം എങ്ങനെ സഞ്ചിത കർമ്മം, പ്രാരബ്ധം എങ്ങനെ അനുഭവിക്കുന്നത്? ജീവാത്മാവ് എങ്ങനെ അനുഭവിക്കുന്നത്? ഈ അന്ധകരണവും ഈ സ്ഥൂല ശരീരവും ഉപയോഗിച്ചാണ് ഞാൻ അനുഭവങ്ങളെ അനുഭവിക്കുന്നത്. അപ്പോ ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് ഞാൻ, ജീവാത്മാവ് എന്ന് പറയുന്നത് ഈ നമ്മൾ സംസാരിക്കുന്നതും കേൾക്കുന്നതും നമ്മളെല്ലാവരും ജീവാത്മാവ്. അത് ഏതിലിരിക്കുന്നു? വാസനാബദ്ധന. വാസനയുള്ള നമുക്ക് എല്ലാവർക്കും അവരവരുടെ വാസനകളുണ്ട്. ഈ വാസനാബദ്ധനായ ജീവനെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ഇത് എവിടെ ഇരിക്കുന്നു? പരമാത്മ ചൈതന്യത്തിൽ. ഓരോരുത്തരുടെയും ഉള്ളിൽ പരമാത്മ ചൈതന്യമുണ്ട്, ഉള്ളിലുണ്ട്, വെളിയിൽ. അതിങ്ങനെ കണ്ടിന്യൂസ് ആണ്. അല്ലാതെ പരമാത്മ ചൈതന്യം നമ്മുടെ ശരീരം കഴിഞ്ഞാൽ പിന്നില്ല, പിന്നെ വേറെ ശരീരത്തിൽ, അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആണ്, ദേശകാല പരിമിതികളില്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു ചൈതന്യ സ്വരൂപമാണ്. അതിനൊരു രൂപമൊന്നുമില്ല, അതിന് ചൈതന്യം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഈ ചൈതന്യ സ്വരൂപത്തെ, ഈ ചൈതന്യമാണ് എന്റെ മനസ്സിനെയും അന്ധകരണത്തിനെയും സൂക്ഷ്മ ശരീരത്തിനെയും ചൂടിനെയും പ്രാണനെയും ഈ ശരീരത്തോട് കൂട്ടിച്ചേർത്തുന്നത് ശക്തിയാണ്. ആ ചൈതന്യത്തിനെ നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞു. ഈശ്വരൻ, അങ്ങനെയാണ് ഈശ്വരൻ എന്നുള്ള വേർഡ് ഉണ്ടായത്. അപ്പൊ ഈശ്വരനിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈശ്വരനിൽ ഞാൻ പ്രവർത്തിക്കുക എങ്ങനെയാ? എന്റെ വാസനകളിൽ കൂടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ ഈശ്വര ചൈതന്യം എന്റെ വാസനകളിൽ പ്രതിഫലിച്ചതാണ് ജീവാത്മാവായ ഞാൻ. അപ്പം ഞാനെന്ന് പറഞ്ഞ ജീവാത്മാവ് ശരിക്കും ആരാ? പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശമാ. പക്ഷെ എന്നിൽ വേറെ എന്തോ ഉണ്ട്? വാസനകളുണ്ട്. ഈ വാസന കാരണം ഞാൻ ഒരു പ്രത്യേക വ്യക്തിയായിട്ട് എനിക്ക് തോന്നുവാ. ഞാൻ പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണ്, പക്ഷെ ഈ വാസന കാരണം ഞാനൊരു പ്രത്യേക വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ചില ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അപ്പൊ ഞാനൊരു പ്രത്യേക വ്യക്തിത്വമാണ്. ഓരോരുത്തരും വ്യക്തിത്വമാണ്. എന്തുകൊണ്ടാ? ഓരോ വാസനകളും വ്യത്യസ്തമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഓരോരുത്തരുടെയും ഈ ജീവാത്മാക്കൾ ജനനമെടുത്ത് ഓരോ സാഹചര്യങ്ങളിൽ ഓരോ ഹാബിറ്റ് ഉണ്ടാക്കുന്നു, ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഇഷ്ടാനിഷ്ടങ്ങളാണ് എല്ലാവരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യസ്തമല്ലേ? എല്ലാവരുടെയും ഒരേപോലെ അല്ലല്ലോ. അതാണ് നമ്മുടെ വാസനകളാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. വാസനകൾ ഇല്ലെങ്കിലോ, നമുക്ക് നാളെ നോക്കി, എല്ലാവരുടെയെങ്കിലും വാസനകളില്ല. വാസനകളില്ലെങ്കിൽ പിന്നെ പരമാത്മ ചൈതന്യമാണ്. അതുകൊണ്ട് ഈ മനുഷ്യ ജന്മത്തിലാണ് നമുക്ക് ഈ വാസനകളെ നിർമ്മാർജ്ജനം ചെയ്ത് നമുക്ക് ഈ ചൈതന്യത്തിലോട്ട് ലയിക്കാനുള്ളത്. കാരണം ഈ ഏത് വസ്തുവും, നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നു, നമ്മൾ ഓഫീസ് പോകാനൊക്കെ എല്ലാം നമ്മൾ ഓരോരുത്തരും അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഓരോ കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം തിരിച്ച് വീട്ടിൽ വന്ന് കയറത്തില്ലേ? നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയാലും അവസാനം എപ്പോഴും നമ്മുടെ അവസാനം എന്തോ ചെയ്യും? ലാസ്റ്റ് നമ്മുടെ വീട്ടിൽ വരും എന്ന് പറയുന്ന പോലെ ഈ ജീവാത്മാവിന്റെ ആരംഭപ്പെടുന്ന പരമാത്മാ ചൈതന്യത്തിന്റെ ഒരു അംശമാണ് ഈ വാസനയെ കൂടി പ്രതിഫലിച്ച് ഇങ്ങനെ പല പല പ്രവർത്തികൾ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അവസാനം എവിടെ ചെന്ന് ചേരണം? പരമാത്മ ചൈതന്യത്തിൽ തന്നെ ചേരണം. പക്ഷേ അതിങ്ങനെ ശരീരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. വാസനകൾ കൂടുന്തോറും ശരീരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. അപ്പം എന്റെ അൾട്ടിമേറ്റ് എയിം എന്തുവാ? ഒരു മനുഷ്യന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഈ ജീവാത്മാവ് വാസനകളെ എല്ലാം മാറ്റി അത് പരമാത്മ ചൈതന്യത്തിൽ ലയിക്കണം. അതാണ് അതിന്റെ ഒറിജിൻ, അതിന്റെ വീട്, അതിന്റെ സ്വധാമം അതാണ്.
അപ്പം അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യ ജന്മത്തിൽ കൂടെ നമ്മൾ പല 84 ലക്ഷം തരം ജീവജാലങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. നമ്മൾ ഏതൊക്കെയോ ജീവികളെ പല ശരീരങ്ങളിൽ കൂടെ പല ജീവികളായിട്ട് വന്ന് അവസാനം ഈ മനുഷ്യജന്മത്തിൽ വന്നിരിക്കുന്നത്. ഈ മനുഷ്യജന്മത്തിൽ കൂടി മാത്രമേ പരമാത്മ ചൈതന്യത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ, മോക്ഷം സാധിക്കത്തുള്ളൂ. മോക്ഷം വെച്ചാല് പരമാത്മ ചൈതന്യത്തിലുള്ള അലൈൻമെന്റ്, അത് ലയനമാണ്. അത് ഈ മനുഷ്യജന്മത്തിലേ സാധിക്കത്തുള്ളൂ. മനുഷ്യജന്മത്തിലാണ് നമുക്ക് ഈ പരമമായ സ്ഥാനത്തിലോട്ട് പോകാനുള്ള അർഹതയുള്ളൂ. അങ്ങനെയുള്ള ഒരു ജന്മമാണ് കിട്ടിയിരിക്കുന്നത്. അതുവരെയുള്ള കിട്ടിയിരിക്കുന്ന ജന്മങ്ങളിൽ കൂടെ നമുക്ക് ഇതിനുള്ള അർഹതയില്ല. ആ വാസന അനുസരിച്ച്, ഒരു മൃഗത്തിന്റെ വാസനയോ ആ വാസന അനുസരിച്ച് അതിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യന് മാത്രമേ ഉള്ളൂ എനിക്ക് വാസനയുടെ രീതി അനുസരിച്ച് കർമ്മം ചെയ്യാം, വാസനയിൽ നിന്ന് മാറിയും എനിക്ക് കർമ്മം ചെയ്യാം. അതിനുള്ള ഫ്രീഡം മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ മനുഷ്യജന്മം, അതിന്റെ ഒരു വിവേക ചൂടാമണിയിൽ ഈ മനുഷ്യജന്മത്തിന്റെ മഹാത്മ്യം പറയുന്നുണ്ട്. നമുക്ക് കിട്ടിയത് നമ്മൾ അറിയുന്നില്ല. ഈ മനുഷ്യജന്മം കിട്ടിയതിന്റെ മഹാത്മ്യം നമ്മൾ അറിയുന്നില്ല. അത് നമ്മൾ ഓരോ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴേ നമുക്ക് അറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ജന്മം നമ്മൾ പാഴാക്കാതെ നമ്മൾ ഈ പാരമാർത്ഥിക സത്യങ്ങൾ, ഈ സത്യങ്ങൾ ഇപ്പൊ നമ്മള് ഒരു ജന്മം വരുമ്പോഴത്തേക്ക് നമ്മൾ വെളിയിലോട്ടുള്ള കാര്യങ്ങളെ അറിയുന്നുള്ളൂ, നമ്മൾ ഉള്ളിലോട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല. എന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയും വസ്തുക്കളെയും മാത്രമേ എനിക്ക് അറിയുള്ളൂ, എനിക്കുള്ള അനുഭവമുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ വെളിയിലോട്ട് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു? ഉള്ളിലോട്ടും ചിന്തിക്കണം. നമ്മുടെ ഞാൻ ആരാണ്, ഈ ഞാൻ ആരാണെന്നുള്ള ചിന്തയിൽ കൂടെ മാത്രമേ എനിക്ക് ഈശ്വരനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ആരാണ്, ഹു ആം ഐ, എന്നിൽ കൂടെ മാത്രമേ ഈശ്വരനോട്ട് എത്താൻ. ഞാൻ ആരാണെന്ന് തിരിച്ചറിയാതെ ഞാൻ എന്റെ റിയൽ, നമ്മുടെ ഫിസിക്കൽ ഐഡന്റിറ്റി എല്ലാം മാറ്റിയിട്ട് ഹു ആം ഐ, ഞാൻ റിയൽ ആയിട്ട് ആരാണ് ചിന്തിച്ചാൽ ആ ചിന്തയിൽ കൂടെ മാത്രമേ നമുക്ക് ഈശ്വരനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ജന്മത്തിന്റെ ഒരു ഗുണം എന്താ? നമുക്ക് മോക്ഷപ്രാപ്തിക്ക്. അപ്പം ഈ മോക്ഷപ്രാപ്തിക്ക് എന്തോ വേണം? നമ്മുടെ വാസനകളെ മാറ്റണം. വാസനകളെ മാറ്റിയാൽ നമ്മുടെ ജന്മത്തിനെ ഉയർത്താം. നമ്മുടെ ഒരു മനുഷ്യ ജന്മത്തിൽ ഈ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ എത്രയോ ടൈപ്പ് എവല്യൂഷൻ ആയിക്കൊണ്ട് പല രീതിയിൽ ഏറ്റവും ഹയസ്റ്റ് എവല്യൂഷൻ ബോഡിക്ക് സംഭവിക്കുന്നത് ഈ മനുഷ്യജന്മത്തിൽ മാത്രമായി. ഈ മനുഷ്യജന്മത്തിന്റെ അപ്പുറം വേറൊരു ബോഡി എവല്യൂഷൻ ഇല്ല. പിന്നെ ഈ ശരീരത്തിന്റെ തലത്തില് ഹയസ്റ്റ് എവല്യൂഷൻ